ആ വാർത്ത ഞങ്ങളുടെ യാത്രയെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഇന്നലെ രാത്രി ഡൽഹി ജമാ മസ്ജിദിലെ ഫുഡ് ഹണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇൻസ്റ്റ തുറന്നപ്പോ ഫീഡിലേക്ക് വരുന്നതൊക്കെ ഒരേ ഒരു വാർത്ത. റൂമിലെത്തി ന്യൂസ് ഓൺ ചെയ്ത് നോക്കിയപ്പോ അതിലും സെയിം. ആ ന്യൂസ് കാരണം ഇന്ന് പുലർച്ചെ ഡൽഹി വിട്ട് രാജസ്ഥാനിലേക്ക് പോവേണ്ടിയിരുന്ന ഞങ്ങൾ ഇപ്പൊ രാവിലെയും ഡൽഹിയിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് ഞാനും ഷായി ഞങ്ങളുടെ ഓൾ ഇന്ത്യ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി കുറെ കാലമായി ഷായി എന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം കാറിൽ എന്നൊക്കെ. എന്നാൽ അതിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇത്ര പെട്ടെന്ന് നടക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. ഒരു 2 ഡേയ്സ് കൊണ്ടാണ് നാളെ പോവാന്നുള്ള തീരുമാനം ഉണ്ടായി. ഡിസംബറിൽ പോവാനായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരു നവംബർ ടു ഫെബ്രുവരി വെഡിങ് സീസൺ ആയതുകൊണ്ട് അപ്പൊ പോവല് നടക്കൂല. ഇത്രത്തോളം കണ്ടിന്യൂസ് 3 ഡേയ്സ് കിട്ടില്ല. ഹൈദരാബാദ് എത്തിയതോടെ രാജസ്ഥാൻ ട്രിപ്പ് ആഗ്ര ട്രിപ്പായി. അങ്ങനെ ഒക്ടോബർ 7-ന് ഞങ്ങൾ ഡൽഹിയിൽ എത്തിയിരിക്കുമ്പോഴാണ് ഒക്ടോബറിൽ മഞ്ഞേ പെയ്യാത്ത ഹിമാചലിൽ അസാധാരണമായി മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. ആ വാർത്ത കേട്ടപ്പോ ശരിക്കും ഹൃദയത്തിൽ ഒരു കൂരിത്തരിപ്പ്. ഡിസംബർ അല്ല, മഞ്ഞ് കാലമായിട്ടില്ല. ഇതുവരെ ഞാൻ മഞ്ഞ് നേരിൽ കണ്ടിട്ടില്ല. എനിക്കായി തന്നെയായിരുന്നു മഞ്ഞ് പെയ്തതെന്ന് തോന്നി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇത് ഞാൻ പറയുമ്പോ ഇപ്പോഴെന്റെ രോമം എണീറ്റ് നിൽക്കണു. ഞാൻ വരുന്നതറിഞ്ഞു പെയ്ത മഞ്ഞല്ലേ, പോവാതിരുന്ന എങ്ങനെ ശരിയാവും. അങ്ങനെ ഞങ്ങളുടെ രാജസ്ഥാൻ യാത്ര മണാലി യാത്രയായി. ആദ്യമായിട്ട് മഞ്ഞ് കണ്ട് ഞാൻ കരഞ്ഞു. ബാക്കി അടുത്ത വീഡിയോയിൽ.